ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാൾ ശനിയാഴ്ചത്തെ വൈകിട്ടത്തെ വിശേഷങ്ങൾ വേറൊരു വീഡിയോയിൽ കാണിക്കാമെന്ന്. അപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ജോലിക്ക് കഴിഞ്ഞ് ആളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 7:30 കഴിഞ്ഞിട്ടാണ് റെഡി ആവാനായിട്ട് ആരംഭിച്ചത് തന്നെ. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടുകൊണ്ട് പോണത്. ഏകദേശം 3 കൊല്ലത്തോളമായി ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട്. ജോക്കുട്ട റെഡി ആയി നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ മാമയും പേപ്പനൊക്കെ വൈകിട്ട് 5 മണിയോടെയാണ് എത്തിയത്. അപ്പോൾ അവരുടെ കാറിലാണ് നമ്മൾ പള്ളിയിലേക്ക് പോണത്. പേപ്പനും മാമയെന്ന് വെച്ചാൽ അമ്മയുടെ അനിയത്തിയും ഭർത്താവാണ് കേട്ടോ. ഹൈവേയുടെ അടുത്ത് തന്നെ അതിവിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് നടക്കാണ്. ഹൈവേ ക്രോസ് ചെയ്ത് കുറച്ച് ദൂരം പള്ളിയിലേക്ക് നടക്കാനുണ്ട്. പെരുന്നാളായതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും കടത്തി വിടില്ല. ഇത് ഹൈവേയുടെ അടുത്തുള്ള പള്ളിയുടെ കപ്പോളയാണ്. ഇവിടെ നിന്നാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. എനിക്ക് ഈ ലൈറ്റും മാലബൾബും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. കൊരട്ടിയിലെ റെയിൽവേ മേൽപ്പാലത്തിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. മേൽപ്പാലം കഴിഞ്ഞോടുകൂടി പിന്നെ ഭയങ്കര തിരക്കായി. ഞങ്ങളപ്പോൾ പള്ളിയുടെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഒന്നും മേടിച്ചില്ലെങ്കിലും കടകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയും മാമയൊക്കെ കൂട്ടിനുണ്ടാവും. ഞങ്ങളങ്ങനെ തിക്കിലും തിരക്കിലൊക്കെ പെട്ട് പള്ളിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. നല്ല തിരക്ക് തന്നെയാണ് ഇവിടെയൊക്കെ. പള്ളിയുടെ 2 സൈഡിലും ഇതുപോലെ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പള്ളിയുടെ അകത്ത് സ്ഥലം ഇല്ലെങ്കിൽ തന്നെ പുറത്ത് നിന്നിട്ടായാലും കുർബാനയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ പള്ളിയിലൊക്കെ കയറി കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി. ഞാനും ചേട്ടനും ഓരോ കരിമ്പ് ജ്യൂസൊക്കെ ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ട് കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മാമയും പേപ്പനൊക്കെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു. കൊച്ചു അവരുടെ കൂടെയായിരുന്നു. അങ്ങനെ ഒരു ഐസ്ക്രീം കടയുടെ അവിടെ നിന്ന് നമുക്ക് അവരെ കണ്ടു കിട്ടി. ഞങ്ങളങ്ങനെ 2-3 കടകളിലൊക്കെ കയറി ജോക്കൂട്ടിന് കുറച്ച് കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ മേടിച്ചു. ജോക്കൂട്ടിനാണെങ്കിൽ ടോയ്സ് കിട്ടിയോണ്ട് നല്ല സന്തോഷത്തിലൊക്കെയാണ്. ഞാനും ചേട്ടനപ്പോൾ ഐസ്ക്രീമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചു. എനിക്കങ്ങനെ ഐസ്ക്രീം കഴിക്കാനായിട്ട് തോന്നിയില്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. ഞങ്ങളങ്ങനെ ഇന്നത്തെ പള്ളിയിലെ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. മേമയും അമ്മയും കൂട്ടിയിട്ട് മുന്നിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജോക്കുട്ടിന് വേണ്ടിയിട്ട് 2-3 കളിപ്പാട്ടൊക്കെ മേടിച്ച് അത് അവനെ കൊണ്ടുകൊടുക്കാണ്. ചേട്ടൻ മുമ്പ് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ തന്നെ ഒരു ചേട്ടനാണിത്. അപ്പോൾ ആള് പിള്ളേരൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഹൈവേയുടെ അടുത്ത് വെച്ചിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയാണ്. ഇന്നത്തെ കറക്കൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചൊന്ന് വേഗം കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.